കഥയാരംഭിക്കുന്നത് ഒരു പയ്യനെയും അമ്മയെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അമ്മയ്ക്കൊപ്പം ആ പയ്യനെന്ന് ഇന്ത്യയിലെ ഒരു മാർക്കറ്റിലേക്ക് വന്നെത്തുകയായിരുന്നു. ട്രഡീഷണൽ ഇന്ത്യൻ മാർക്കറ്റിൽ തിരക്കേറിയെടുത്ത് തങ്ങളുടെ ഷോപ്പിലേക്ക് വേണ്ട ഓരോ സാധനങ്ങളും ചൂസ് ചെയ്യാൻ ആ അമ്മ ആ പയ്യനെ നിയോഗിച്ചു. മികച്ച ടേസ്റ്റ് ബഡുകളുള്ള ആ പയ്യൻ ഓരോ സാധനങ്ങളും കൃത്യമായി തിരഞ്ഞെടുത്തു. ആ പയ്യന്റെ പേര് ഹസൻ എന്നായിരുന്നു. പാരമ്പര്യമായി ഹസന്റെ കുടുംബത്തിന് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. കൊങ്കണി കാതം ഫാമിലിയിൽപ്പെട്ട അവന്റെ കുടുംബം മുംബൈയിലായിരുന്നു റെസ്റ്റോറന്റ് നടത്തിയിരുന്നത്. ഹസന്റെ വാപ്പയായ അബ്ബുവാണ് അത് നോക്കി നടത്തുന്നത്. അവിടുത്തെ പ്രധാന കുക്ക് അവന്റെ ഉമ്മയായിരുന്നു. അബ്ബു കാതം നല്ല രീതിയിൽ തന്നെ റെസ്റ്റോറന്റ് നടത്തുന്നുണ്ടായിരുന്നു. ഉമ്മയിൽ നിന്നായിരുന്നു ഹസൻ കുക്കിങ്ങിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. ഓരോ രുചിക്കൂട്ടുകളും വ്യത്യസ്തമായ സ്പൈസുകൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന രുചിഭേദങ്ങളുമൊക്കെ ഉമ്മ അവന് പറഞ്ഞുകൊടുത്തു. കൂട്ടത്തിൽ തന്റെ രഹസ്യ റെസിപ്പികളും. തന്റെ കാലശേഷമാണെങ്കിലും അവിടുത്തെ പ്രധാന കുക്ക് ഹസനാകണം എന്നുമ്മയ്ക്കുണ്ടായിരുന്നു. ഹസൻ വളർന്ന് ഒരു യുവാവായി മാറി. അങ്ങനെ അവരുടെ ജീവിതം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കലാപം സംഭവിക്കുന്നത്. കലാപകാരികൾ കദം ഫാമിലിക്കെതിരെയും പാരമ്പര്യമായി അവർ നടത്തിപ്പോരുന്ന ആ റെസ്റ്റോറന്റിനെതിരെയും വലിയ ആക്രമണം നടത്തി. കലാപത്തിൽ റെസ്റ്റോറന്റിന് തീപിടിച്ചു. തീപിടുത്തത്തിൽ ഹസന്റെ ഉമ്മ മരണപ്പെടുകയായിരുന്നു. അബ്ബു കദം മക്കളെ മുഴുവൻ സംരക്ഷിച്ചെങ്കിലും ഭാര്യയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. തുടർന്ന് അവിടെ ജീവിക്കൽ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലേക്ക് രാഷ്ട്രീയ അഭയം ചോദിച്ച് അവർ അഭയാർത്ഥികളായിട്ടെത്തി. അവിടെ ലണ്ടൻ എയർപോർട്ടിനോട് ചേർന്നുള്ള ഭാഗത്ത് വിലക്കുറവിൽ അവർ ഒരു വീടും കുറച്ച് സ്ഥലവും മേടിച്ചു. അവിടെ ചെറിയൊരു റെസ്റ്റോറന്റും സെറ്റപ്പ് ചെയ്തു. പക്ഷേ വിമാനം താഴ്ന്ന് പറന്നിറങ്ങുന്ന ഒരുപാട് ശബ്ദമുഖരിതമായിട്ടുള്ള അവിടെ ഭക്ഷണം കഴിക്കാൻ ആരും എത്തുന്നുണ്ടായിരുന്നില്ല. അവരുടെ ആ റെസ്റ്റോറന്റ് പരാജയപ്പെട്ടു. മാത്രമല്ല അവിടുത്തെ ജീവിതം തീർത്തും സുഖകരവുമായിരുന്നില്ല. അതോടെ അവിടെ നിന്നും ഫ്രാൻസിലേക്ക് മൂവ് ചെയ്യുവാൻ അവർ തീരുമാനിക്കുകയാണ്. മക്കളൊക്കെ എതിർത്തെങ്കിലും അബ്ബു കദം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ നിർബന്ധത്തിൽ തന്നെ മക്കളെയും കൂട്ടി തന്റെ പഴയ വാഹനത്തിൽ ഫ്രാൻസിലേക്ക് യാത്ര തിരിക്കുന്നു. പക്ഷേ യാത്രാമധ്യേ ഒരു മലഞ്ചെരുവിലൂടെ ഇറങ്ങുമ്പോൾ അവരുടെ കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. കുടുംബം ഒന്നടങ്കം വലിയ അപകടത്തിൽപ്പെടേണ്ടതായിരുന്നു. ഭാഗ്യവശാൽ മറ്റൊരു ഹില്ലിലേക്ക് എതിർവശത്തേക്ക് ഓടിച്ചു കയറ്റി അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. പക്ഷേ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരിക്കുകയാണല്ലോ. എന്തു ചെയ്യണമെന്നറിയാതെ അവർ കുറച്ചുനേരം നിസ്സഹായരായി അവിടെ തുടരാൻ തുടങ്ങി. ആ സമയമാണ് മാർഗരറ്റ് എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ആ വഴി വന്നത്. അവരെ അവിടെ കണ്ട് എന്താ സംഭവിച്ചത് എന്ന് മാർഗരറ്റ് തിരക്കി. മാർഗരറ്റിനോട് അവർ കാര്യങ്ങൾ പറഞ്ഞു. ആ ചെറിയ പ്രദേശത്തെ താമസക്കാരിയായ മാർഗരറ്റ് അവരെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ച് അവരെ കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ വെച്ച് അവർക്ക് നല്ല ഭക്ഷണം മാർഗരറ്റ് കുക്ക് ചെയ്തു കൊടുത്തു. അപ്പോഴാണ് വ്യക്തമാകുന്നത് മാർഗരറ്റ് യാഥാർത്ഥ്യത്തിൽ അവിടുത്തെ ഒരു പ്രധാന റെസ്റ്റോറന്റായ സോൾ ലേബറിൽ സോസ് ഷെഫായി ജോലി നോക്കുന്ന വ്യക്തിയാണ്. പിന്നാലെ മാർഗരറ്റിന്റെ സഹായത്തോടെ സെയിന്റ് അന്റോണിയോ എന്ന് പേരുള്ള അവിടുത്തെ ഒരു ലോഡ്ജിലേക്കും അവർ താമസം മാറ്റി. വണ്ടി നന്നാക്കി കിട്ടുന്നവരെ അവർക്കവിടെ തുടരണമായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ അപ്പുവും ഹസനും കൂടി ഒന്ന് നടക്കാനിറങ്ങി. ആ ഗ്രാമമൊക്കെ ചുറ്റിക്കാണുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴാണ് മുമ്പ് പ്രവർത്തിച്ചിരുന്ന എന്നാൽ ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന ഒരു റെസ്റ്റോറന്റ് അപ്പുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന ബോർഡുമുണ്ട്. അതിൽ താല്പര്യം തോന്നിയ അപ്പു അതിനകത്ത് കയറി അതെങ്ങനെയുണ്ടെന്ന് നോക്കിക്കാണാൻ ശ്രമിച്ചു. അപരിചിതരായ ചിലർ ആ കെട്ടിടത്തിൽ കയറിയത് കണ്ട് അവിടെ അടുത്ത് താമസിക്കുന്ന മിസസ് മെലോറി എന്ന പേരുള്ള സ്ത്രീ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. ആരാവർ, എന്താ ചെയ്യുന്നേ എന്നൊക്കെ മിസസ് മെലോറി ചോദിച്ചു. അന്യർക്ക് ഇവിടെ പ്രവേശനമില്ല എന്നും അറിയിച്ചു. പക്ഷേ തങ്ങൾ അതിക്രമിച്ചു കയറിയതല്ലെന്നും ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നും അബ്ബു മലോറിയോട് പറയുകയാണ്. താൻ ഇതിന്റെ ഓണറല്ല, ഓണറുമായി സംസാരിക്കൂ എന്നായിരുന്നു മലോറിയുടെ മറുപടി. ഇതേ മലോറിയാണ് അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ സോൾ ലേബർ റെസ്റ്റോറന്റിന്റെ ഉടമ. മാർഗരറ്റ് മലോറിയുടെ റെസ്റ്റോറന്റിലാണ് സോസ് ഷെഫായി ജോലി നോക്കുന്നതും. നിലവിൽ അപ്പ് നോക്കിവെച്ച് പൂട്ടിപ്പോയ റെസ്റ്റോറന്റുള്ള ആ കെട്ടിടം മിഷേലിൻ സ്റ്റാർ അടക്കം ലഭിച്ചിട്ടുള്ള മിസസ് മലോറിയുടെ ഫേമസ് റെസ്റ്റോറന്റിൽ നിന്ന് 100 അടി മാത്രം അകലത്തിലായിരുന്നു. തനിക്ക് അവിടെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് എന്നപ്പു പറഞ്ഞതും മിസസ് മലോറിയുടെ മുഖമൊന്നു മാറുന്നുണ്ട്. ഹസൻ അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. കാര്യം അവിടെ നിന്നും പോവാം, അതൊന്നും ശരിയാവില്ല, ഓൾറെഡി പൂട്ടിപ്പോയ റെസ്റ്റോറന്റാ എന്നൊക്കെയായിരുന്നു ഹസൻ പറഞ്ഞത്. മാത്രമല്ല മൂത്ത ജ്യേഷ്ഠനോട് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുകയും വേണം എന്ന് ഹസൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ തന്റെ പണം കൊണ്ടാ വാങ്ങുന്നത് എന്ന് പറഞ്ഞ അപ്പു തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ഇന്ത്യൻ കുസിൻ ഇവിടുള്ള ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ലെന്നും സക്സസ് ആകും എന്നുമൊക്കെ അപ്പു പറഞ്ഞു. അടുത്ത ദിവസം ആ സ്ഥലത്തിന്റെ ഉടമയിൽ നിന്നും അബ്ബുവിനൊരു കോൾ വരികയാണ്. റെസ്റ്റോറന്റുള്ള ഭാഗം അബ്ബുവിനെ വിൽക്കുവാൻ ഓണർ സമ്മതിച്ചു. ഒടുവിൽ അബ്ബു ആ പഴയ തകർന്ന റെസ്റ്റോറന്റ് സ്വന്തമാക്കി. പിന്നെ അവിടെ നടന്നത് അതിന്റെ മോടി പിടിപ്പിക്കലായിരുന്നു. കദം ഫാമിലി മുഴുവൻ
മുഴുവൻ ഒന്നുചേർന്ന് ആ റെസ്റ്റോറന്റ് ശുദ്ധീകരിച്ചെടുത്തു. മേസൺ മുംബൈ എന്നായിരുന്നു അവർ അതിന് പേരിട്ടത്. അങ്ങനെ റെസ്റ്റോറന്റിന്റെ ഓപ്പണിംഗ് ഡേ വരാറായി. ഒരു ദിവസം ഹസൻ മാർക്കറ്റിൽ പോയപ്പോ അവിടെ വെച്ച് വീണ്ടും മാർഗരറ്റിനെ കണ്ടു. താൻ ആടക്ക് കേട്ട ഫ്രഞ്ച് ക്യുസീനിനെ പറ്റിയും മിഷേലിൻ സ്റ്റാർ പദവി എന്നതിനെ പറ്റിയും മാർഗരറ്റിനോട് ഹസൻ അന്വേഷിച്ചു. ഉന്നതമായ റെസ്റ്റോറന്റുകൾക്ക് കൊടുക്കപ്പെടുന്ന വലിയൊരു പദവിയാണ്, അവാർഡാണ് മിഷേലിൻ സ്റ്റാർ എന്നത് മാർഗരറ്റ് അവനോട് പറഞ്ഞു. എല്ലാ റെസ്റ്റോറന്റുകളും ആ ഒരു അവാർഡ്, ആ ഒരു പദവി കിട്ടുവാൻ വേണ്ടി മത്സരിക്കാറുണ്ട് എന്നും മാർഗരറ്റ് വ്യക്തമാക്കിയിരുന്നു. ഇതേസമയം ലേസോളിന്റെ ഓണറായ മലോറിക്ക് അവിടെ മറ്റൊരു റെസ്റ്റോറന്റ് വരുന്നതിനോട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കഥം ഫാമിലിയുടെയും മറ്റും നീക്കങ്ങൾ മലോറി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. മലോറിക്ക് മാത്രമായിരുന്നില്ല, മലോറിയുടെ റെസ്റ്റോറന്റിലെ ഹെഡ് ഷെഫായ ജെയിൻ എന്ന യുവാവിനും അതിൽ വലിയ അമർഷം തോന്നിയിരുന്നു. അടുത്ത ദിവസമാണ് മേസൺ മുംബൈ റെസ്റ്റോറന്റിന്റെ ഓപ്പണിംഗ്. ഇതിനിടയിൽ ഒന്ന് സംഭവിച്ചു. ഒരു ദിവസം മെലോറി അവരുടെ റെസ്റ്റോറന്റ് പണി നടക്കുന്നിടത്തേക്ക് വന്നു. അവരുടെ മെനു കാർഡ് എന്താണ് എന്ന് ഹസനോടും അബുവിനോടും ചോദിച്ചു. നിഷ്കളങ്കനായ ഹസൻ മലോറിയുടെ ഗൂഢതന്ത്രം മനസ്സിലാക്കാതെ മെനു കാർഡ് അവർക്കെടുത്തു കൊടുത്തിരുന്നു. അതൊക്കെ നോക്കിക്കണ്ട് അവർ തിരികെ പോവുകയും ചെയ്തു. അപ്പു അന്ന് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഹസൻ അതങ്ങ് പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് അവർ എതിരിട്ടത് റെസ്റ്റോറന്റ് ഓപ്പണിംഗ് ദിവസത്തിന്റെ അന്ന് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങുവാൻ അടുത്തുള്ള മാർക്കറ്റിലേക്ക് എത്തിയപ്പോഴായിരുന്നു. അവരുടെ മെനു കാർഡിലെ പ്രധാന വിഭവങ്ങൾ തയ്യാറാക്കാൻ വേണ്ട മത്സ്യ വിഭവങ്ങളും പച്ചക്കറികളും മറ്റും മുഴുവനായും മെലോറി അവർ എത്തുന്നതിന് മുമ്പേ വന്ന് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. മേസൺ മുംബൈ റെസ്റ്റോറന്റിന്റെ ഓപ്പണിംഗ് തന്നെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു മെലോറി അത് പ്രവർത്തിച്ചത്. അത് മനസ്സിലായതും അപ്പുവിന് വല്ലാത്ത രോഷം വന്നു. മെലോറിക്കെതിരെ അതോടെ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെ അബ്ബു നടത്തുകയാണ്. അന്ന് അവിടെ നിന്നും അല്പം ദൂരെയുള്ള ഒരു മാർക്കറ്റിൽ പോയി കുക്കിങ്ങിന് വേണ്ട ആവശ്യ സാധനങ്ങൾ ഒരു തരത്തിൽ സംഘടിപ്പിച്ച് കഥം ഫാമിലി തിരികെ എത്തി. പിന്നാലെ അവർ ഭക്ഷണം പാചകം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ വൈകുന്നേരത്തോടെ ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ ഒക്കെ പ്രദർശിപ്പിച്ച് മുംബൈ മേസൺ എന്ന അവരുടെ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യപ്പെടുകയാണ്. പക്ഷെ അവർ കാത്തിരുന്നിട്ടും ഒരാൾ പോലും റെസ്റ്റോറന്റിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. വൈകാതെ അബ്ബു ഇന്ത്യൻ വസ്ത്രധാരണം നടത്തി പുറത്തെത്തി കസ്റ്റമേഴ്സിനെ ക്ഷണിക്കാൻ തുടങ്ങി. സാരിയൊക്കെ ഉടുപ്പിച്ച് മകളെയും പുറത്തു കൊണ്ടുവന്ന് ആളുകളെ അദ്ദേഹം റെസ്റ്റോറന്റിലേക്ക് ക്ഷണിച്ചു. ആ ടെക്നിക്ക് വർക്കായി. ആദ്യമൊന്നും റെസ്റ്റോറന്റിലേക്ക് ആരും വന്നില്ലെങ്കിൽ പിന്നെ കുറച്ചുപേരാണെങ്കിലും വരാൻ തുടങ്ങി. ഇന്ത്യൻ രീതിയിലുള്ള ഭക്ഷണങ്ങളും അതിലെ വ്യത്യസ്തതകളുമൊക്കെ അനുഭവിച്ചറിയാത്ത വലിയൊരു വിഭാഗത്തിന് അത് വളരെ മികച്ച അനുഭവമായി തോന്നി. ദിവസങ്ങൾ കഴിയും തോറും കഥം ഫാമിലിയുടെ റെസ്റ്റോറന്റിൽ വലിയ തോതിൽ തിരക്കേറി വന്നു. അതൊന്നും എതിരാളിയായ മെലോറിക്ക് തീരെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. കഥം റെസ്റ്റോറന്റിൽ ഉച്ചത്തിൽ പാട്ടുവെക്കും, അതും ഇന്ത്യൻ സോങ്. മെലോറിക്ക് അതും അസ്വസ്ഥതയായി. അതിനെപ്പറ്റിയൊക്കെ കംപ്ലൈന്റ് ചെയ്ത് റെസ്റ്റോറന്റിനെതിരെ പൊരുതുവാൻ മെലോറി ശ്രമിച്ചു. അതിനുവേണ്ടി വില്ലേജ് മേയറെ കണ്ട് നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, ആളുകളുടെ സ്വസ്ഥ ജീവിതം തകർക്കുന്നു എന്നൊക്കെ മെലോറി കംപ്ലൈന്റ് ചെയ്തു. ഒരു ദിവസം പുലർച്ചെ അവിടുത്തെ ഒരു നദിയിൽ ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഹസൻ ആ വഴി പോവുകയായിരുന്ന മാർഗരറ്റിനെ കണ്ടു. അവരന്ന് കുറച്ചുനേരം സംസാരിച്ചു. പിന്നാലെ മാർഗരറ്റിനൊപ്പം ഹസനും സഞ്ചരിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഫ്രഞ്ച് ഫുഡുകൾ ഉണ്ടാക്കുന്നത്, എങ്ങനെ നല്ലൊരു ഷെഫാകാം എന്ന് ഹസൻ മാർഗരറ്റിനോട് ചോദിച്ചു. മികച്ചൊരു ഫ്രഞ്ച് കുസീൻ ഷെഫാകണമെങ്കിൽ ഹസൻ ആദ്യമേ 5 വ്യത്യസ്ത തരത്തിലുള്ള സോസുകൾ ഉണ്ടാക്കാനാണ് പഠിക്കേണ്ടത് എന്ന് മാർഗരറ്റ് പറഞ്ഞു. പിന്നാലെ ഓരോന്നിന്റെ പേരും വിശദ വിവരങ്ങളും ഹസനായി അവൾ പറഞ്ഞുകൊടുത്തു. അന്ന് രാത്രിയിൽ തന്നെ റെസിപ്പി ബുക്കൊക്കെ നോക്കി ആ സോസുകളെ പറ്റി കൂടുതൽ വിവരങ്ങൾ പഠിച്ച ഹസൻ അതുണ്ടാക്കാനും ശ്രമം നടത്തി. പിറ്റേന്ന് പുലർച്ചെ മാർഗരറ്റിനെ അവൻ ചെന്ന് കണ്ടു. അവന്റെ കയ്യിൽ അവൾക്കായി കൊണ്ടുചെന്ന തലേന്ന് താനുണ്ടാക്കിയ ആ 5 സോസുകളും അതിന് കൂട്ടിക്കഴിക്കാൻ ഇറച്ചിയുമുണ്ടായിരുന്നു. ഹസൻ ഉണ്ടാക്കിയ സാധനം മാർഗരറ്റ് ടേസ്റ്റ് ചെയ്തു. അവളുടെ കണ്ണുകൾ വിടർന്നിരുന്നു. അത്രയധികം രുചികരമായിരുന്നു അത്. ഹസന്റെ കുക്കിംഗ് സ്കില്ലുകൾ മാർഗരറ്റിനെ തെല്ലതിശയിപ്പിക്കാതിരുന്നില്ല. ഹസൻ ശ്രമിച്ചാൽ നല്ലൊരു ഷെഫായി മാറാൻ പറ്റും എന്ന് മാർഗരറ്റ് അവനോടായി പറഞ്ഞു. ഹസൻ പിന്നീട് ഫിഷിങ്ങിന് പോയപ്പോ അവന് നദിയിൽ നിന്നും വലിയൊരു മീൻ തന്നെ കിട്ടി. ആ ഫിഷ് അവൻ കുക്ക് ചെയ്തെടുത്തു. മേയർ മേസൺ മുംബൈയിൽ വന്ന ദിവസമായിരുന്നു അത്. നന്നായി കുക്ക് ചെയ്തെടുത്ത നല്ല ഭക്ഷണമായ ആ ഫിഷ് തന്നെ മേയറിന് അവൻ കഴിക്കാൻ കൊടുത്തു. മേയർ ആ കുക്കിങ്ങിലും ഫുഡിലുമൊക്കെ ഇംപ്രസ്ഡ് ആയിരുന്നു. അപ്പുവിനോട് കോംപ്രമൈസ് ടോക്ക് എന്ന രീതിയിൽ മേയർ സംസാരിച്ചു. നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കരുത്, മെലോണിയുടെ കംപ്ലൈന്റ് ഉണ്ട്, അത് പരിഹരിക്കണം എന്ന് മേയർ ആവശ്യപ്പെട്ടു. അല്പം മടിയോടെയെങ്കിലും അബ്ബു അതിന് സമ്മതിക്കുകയാണ്. പക്ഷെ മെലോറിക്കെതിരെയുള്ള പകപോക്കലിൽ നിന്നും മത്സരത്തിൽ നിന്നും പിന്മാറാൻ അബ്ബു ഒരുക്കമായിരുന്നില്ല. അടുത്തൊരു ദിവസം മെലോറിയുടെ റെസ്റ്റോറന്റിൽ ഒരു മിനിസ്റ്റർ വരുമായിരുന്നു. പ്രാവുകൾ വെച്ചുള്ള സ്പെഷ്യൽ മെനുവാണ് അദ്ദേഹത്തിന് വേണ്ടത്. അതിനുവേണ്ടി തയ്യാറെടുപ്പുകളോടെ മിസസ് മെലോറി അടുത്ത ദിവസം മാർക്കറ്റിലെത്തി. പക്ഷെ അന്വേഷിച്ചപ്പോ അത്
അതിനുവേണ്ട ഇൻഗ്രീഡിയൻസും പ്രാവിറച്ചി അടക്കം മറ്റൊരാൾ മുഴുവനായും വാങ്ങി എന്നാണ് മെലോറിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് അപ്പുവായിരുന്നു. മിസസ് മെല്ലോറിക്ക് ഒരു തിരിച്ചടി കൊടുക്കുവാൻ അബ്ബു പ്രവർത്തിച്ചതായിരുന്നു അത്. അപ്പു തിരികെ റെസ്റ്റോറന്റിലെത്തി അതിനെപ്പറ്റി വീരവാദം പറഞ്ഞപ്പോ ഹസ്സനത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരാളെയും തകർത്തുകൊണ്ടല്ല മറ്റൊരാൾ വിജയിക്കേണ്ടത് എന്ന ചിന്താഗതിക്കാരനായിരുന്നു ഹസൻ. അതുകൊണ്ട് തന്നെ അബ്ബു കൊണ്ടുവന്ന പീച്ചിയൺ മിനിസ്റ്ററിന് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ കുക്ക് ചെയ്ത് അതിനുവേണ്ട സോസുമൊക്കെ ആഡ് ചെയ്ത് അതുമായി അവൻ മിസസ് മെലോറിയുടെ അടുത്തെത്തി. തന്റെ അച്ഛന്റെ പ്രവർത്തനത്തിന് മിസസ് മെലോറിയോട് അവൻ ക്ഷമ ചോദിക്കുകയും ചെയ്തു. പിന്നാലെ മിസസ് മെലോറി ഹസനുണ്ടാക്കിയ ആ ഭക്ഷണം ടേസ്റ്റ് ചെയ്തു നോക്കി. ടേസ്റ്റ് ചെയ്തതിന് പിന്നാലെ അത് തീരെ കൊള്ളില്ലെന്ന അഭിപ്രായത്തിൽ അത് വേസ്റ്റ് ബോക്സിലേക്ക് അവർ തട്ടുകയും ചെയ്തു. ഹസനെ അത് വേദനിപ്പിച്ചിരുന്നു. തന്റെ കുക്കിംഗ് തീരെ ശരിയല്ലേ, താനുണ്ടാക്കുന്നതിന് രുചിയില്ലേ എന്നൊക്കെ ഹസൻ സംശയിച്ചു. പക്ഷേ മിസസ് മെലോറി അന്ന് കള്ളം പറഞ്ഞതായിരുന്നു. മേസൻ മുംബൈക്കെതിരെയുള്ള പക മെലോറിയുടെ ഉള്ളിലുള്ളതുകൊണ്ട് അത്രമേൽ രുചികരമായ ഭക്ഷണമാണ് താൻ കഴിച്ചതെങ്കിലും അല്ലെന്ന് മെലോറി പറയുകയായിരുന്നു. അതിനെപ്പറ്റി കുറ്റബോധത്തോടെ മെലോറി ചിന്തിക്കാതെയുമിരുന്നില്ല. രണ്ട് റെസ്റ്റോറന്റുകളും തമ്മിലുള്ള യുദ്ധം വീണ്ടും തുടർന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഫ്രാൻസിന്റെ നാഷണൽ ഡേ വന്നു. അന്ന് കദം ഫാമിലിയുടെ റെസ്റ്റോറന്റ് വാളിലായി ഫ്രഞ്ചിൽ എന്തൊക്കെയോ എഴുതപ്പെട്ടിരുന്നു. കറുത്ത മഷി കൊണ്ടായിരുന്നു ആരൊക്കെയോ അതെഴുതിയത്. പിന്നാലെ അവരുടെ പുറത്തെ ഡൈനിങ് ഏരിയയിലേക്ക് ഒരു സ്ഫോടക വസ്തുവും എറിയപ്പെട്ടു. അത് തടയാനായി ഓടി അങ്ങോട്ടേക്ക് വന്ന ഹസന്റെ കയ്യിൽ തീപിടിച്ച് പരിക്കേൽക്കുകയും ചെയ്തു. അവിടെ നടന്ന സംഭവങ്ങൾ മെലോറി കണ്ടിരുന്നു. മത്സരവും വൈരാഗബുദ്ധിയുമൊക്കെ ഉണ്ടെങ്കിലും അത്തരത്തിലുള്ളൊരു പ്രവൃത്തി മെലോറിക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. മെലോറിക്ക് പല സംശയങ്ങളും തോന്നി. തന്റെ ഹെഡ് ഷെഫ് ജെയിനും കൂട്ടുകാരും അന്ന് വൈകിട്ട് അവിടെ മറന്നു നിൽക്കുന്നതും മറ്റും മെലോറി കണ്ടിരുന്നതാണ്. പിറ്റേന്ന് തന്റെ റെസ്റ്റോറന്റിലെത്തിയ മെലോറി ഹെഡ് ഷെഫിനെ വിളിച്ച് അതിനെപ്പറ്റി ചോദ്യം ചെയ്തു. ഫ്രാൻസ് ഫ്രഞ്ചുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന തരത്തിൽ വംശീയ ചിന്താഗതിയായിരുന്നു ജെയിനിനുണ്ടായിരുന്നത്. അതായിരുന്നു അവർ മതിലിന് പുറത്തെഴുതിയതും ഇന്ത്യക്കാരുടെ റെസ്റ്റോറന്റ് ആക്രമിച്ചതും. ജെയിൻ കുറ്റമേറ്റതോടെ അവന്റെ പ്രവൃത്തികൾ ഒട്ടും ശരിയായിരുന്നില്ല എന്ന് തോന്നിയ മെലോറി അവനെ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്താക്കുകയാണ്. മാത്രമല്ല മിസസ് മെലോറി തന്നെ അടുത്ത ദിവസം മുംബൈ മേസൺ റെസ്റ്റോറന്റ് മുമ്പിലെത്തി അവരുടെ മതിലിൽ എഴുതിയിരുന്ന ഫ്രാൻസ് ഫ്രഞ്ചുകാർക്ക് മാത്രം എന്ന വാചകം കഴുകിക്കളയാൻ നോക്കുന്നുമുണ്ടായിരുന്നു. മെലോറിയുടെ ആ പ്രവൃത്തി ഹസൻ കണ്ടു. ഹസൻ മെലോറിയുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ നല്ല മനസ്സിന് നന്ദി പറയുകയും അവർക്കായി താൻ ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നും കഴിക്കാൻ വരാമോ എന്നും ചോദിച്ചു. മെലോറി സന്തോഷത്തോടെ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ കിച്ചണിലേക്ക് ഹസനും മെലോറിയും എത്തി. ഹസന്റെ കയ്യിൽ പൊള്ളലേറ്റ് കെട്ടിവെച്ചിരുന്നതിനാൽ ഹസന് കുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. താൻ എങ്ങനെയാണ് ഓംലെറ്റ് ഉണ്ടാക്കുക എന്നതിനെപ്പറ്റി ഓരോ കാര്യങ്ങളും മെലോറിക്ക് അവൻ പറഞ്ഞുകൊടുത്തു. മെലോറി അത്തരത്തിൽ ഓംലെറ്റ് ഉണ്ടാക്കാൻ ആരംഭിച്ചു. താനുണ്ടാക്കിയ പുതിയൊരു റെസിപ്പിയാണത് എന്നും ഹസൻ പറഞ്ഞിരുന്നു. വളരെ വ്യത്യസ്തമായ സ്പൈസുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ച് ഹസൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ആ ഓംലെറ്റ് റെസിപ്പി മിസസ് മെലോറിയെ വലിയ തോതിൽ അതിശയിപ്പിച്ചിരുന്നു. മെലോറി അത് രുചിച്ചു നോക്കിയപ്പോഴോ അത് അത്രമേൽ രുചികരവുമായിരുന്നു. വീണ്ടും വീണ്ടും താൻ കൊച്ചാക്കപ്പെടുകയാണോ, നുണ പറയാൻ പാടില്ല എന്ന് മെലോറിക്ക് തോന്നി. മെലോറി സത്യസന്ധമായി ഹസനോടൊന്ന് സംസാരിക്കുകയാണ്. ഹസന്റെ ഓംലെറ്റ് ആ റെസിപ്പി അത്രമേൽ രുചികരമായിട്ടുണ്ടെന്നും അത് മാത്രമല്ല ഹസൻ അന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന വിഭവവും അത്രയും നന്നായിരുന്നെന്നും താൻ കളവ് പറഞ്ഞതാണെന്നും മെലോറി ഹസനോട് പറഞ്ഞു. തന്റെ റെസ്റ്റോറന്റിൽ ഷെഫായി ഹസനെ മെലോറി ക്ഷണിക്കുകയും ചെയ്തു. അവിടെ നിന്നും ഫ്രഞ്ച് ക്യുസീനിൽ ഹസന് കൂടുതൽ ട്രെയിനിങ് നേടാൻ പറ്റുമെന്നും മികച്ചൊരു ഷെഫാവാൻ സാധിക്കും എന്നും മെലോറി പറഞ്ഞിരുന്നു. ഹസൻ അതിനെപ്പറ്റി അപ്പുവിനോട് സംസാരിച്ചു. പക്ഷേ ഹസന്റെ അപ്പുവിന് അതിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. മെലോറി തന്റെ മകനെ തട്ടിയെടുക്കാൻ നോക്കുവാണ് എന്ന് ചിന്തിച്ച അപ്പു മിസസ് മെലോറിയുടെ മുമ്പിൽ ചെന്ന് അന്ന് അതിന്റെ പേരിൽ ഒച്ചയുണ്ടാക്കുക പോലും ചെയ്തു. പക്ഷേ മെലോറി പറഞ്ഞു അവനെ തട്ടിയെടുക്കാൻ നോക്കുന്നതൊന്നുമല്ല, പഠിക്കണമെന്നുള്ളത് അവന്റെ സ്വന്തം ആഗ്രഹമാണ്. ഒടുവിൽ ഹസൻ അപ്പുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ കൂടുതൽ പഠിക്കുവാൻ അപ്പു അവനെ അനുവദിച്ചു. അപ്പുവിന്റെ അനുവാദം കിട്ടിയതും അവൻ മാർഗരറ്റിനെ ചെന്ന് കണ്ടു. മിസസ് മെലോറി തന്നെ ഹയർ ചെയ്ത കാര്യം അറിയിച്ചു. ഹസൻ പക്ഷേ റെസ്റ്റോറന്റിലേക്ക് വരുന്നത് മാർഗരറ്റിന് ദുഃഖമുണ്ടാക്കുകയായിരുന്നു ചെയ്തത്. ജീൻ പോയപ്പോൾ ആ ഹെഡ് ഷെഫ് പൊസിഷൻ തനിക്കെത്തും എന്ന് മാർഗരറ്റ് പ്രതീക്ഷിച്ചിരുന്നു. ഹസൻ അങ്ങോട്ടേക്ക് വന്നാൽ ഹസനെ ഹെഡ് ഷെഫായി നിയമിക്കുമോ എന്ന് മാർഗരറ്റ് ഭയന്നിരുന്നു. തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒക്കെ പഠിച്ചെടുത്ത് ഹസൻ തന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വരുന്നതല്ലേ എന്ന് മാർഗരറ്റ് ചോദിച്ചു. അങ്ങനൊന്നുമല്ലെന്നും തനിക്ക് ഫ്രഞ്ച് കുസീൻ പഠിക്കണമെന്ന് മാത്രമേയുള്ളൂ എന്നുമായിരുന്നു ഹസന്റെ മറുപടി. പിറ്റേന്ന് അപ്പു എഴുന്നേറ്റ് വരുമ്പോ കണ്ടത് തന്നെയും കാത്തിരിക്കുന്ന മേഡം മെലോറിയെയാണ്. മെലോറി അപ്പുവിനോട് സത്യസന്ധമായി മനസ്സ് തുറന്ന് സംസാരിച്ചു. ഹസൻ തന്റെ റെസ്റ്റോറന്റിൽ വരിക എന്നത് ഹസന്റെ മാത്രം ആവശ്യമല്ലെന്നും തന്റേതുകൂടിയാണെന്നും 30 കൊല്ലം മുമ്പാണ് തന്റെ റെസ്റ്റോറന്റിന് മിഷേലിൻ സ്റ്റാർ പദവി കിട്ടിയതെന്നും നിലവിലത് ഒരു 2 സ്റ്റാർ ആക്കുവാൻ കഴിഞ്ഞ 30 കൊല്ലമായി താൻ
ശ്രമിക്കുന്നുണ്ടെന്നും അത് നടന്നിട്ടില്ലെന്നും പക്ഷേ ഹസ്സനുണ്ടേൽ അത് നേടാൻ സാധിക്കും എന്നും മലോറി അപ്പുവിനോട് പറഞ്ഞു. മനസ്സ് തുറന്നുള്ള മേഡം മലോറിയുടെ സംസാരവും അപ്പുവിന് കൊടുത്ത ആദരവും അപ്പുവിന്റെ മനസ്സിനെയും പിടിച്ചുകുലക്കിയിരുന്നു. പൂർണ്ണമായും മേഡം മലോറിയുടെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുവാൻ അപ്പു തന്റെ മകൻ ഹസ്സനെ അനുവദിക്കുകയാണ്. അങ്ങനെ മലോറിയുടെ റെസ്റ്റോറന്റിൽ ഹസ്സൻ ഷെഫായി ജോയിൻ ചെയ്തു. ഹസ്സന്റെ ഓരോ ഇന്നോവേഷനും ഫ്രഞ്ച് ഇന്ത്യൻ ഫ്യൂഷൻ ഫുഡുമൊക്കെ മലോറിയെ അതിശയപ്പെടുത്തുന്നതായിരുന്നു. കിച്ചണിൽ ഇതിനിടയിൽ മാർഗരറ്റും ഹസ്സനും തമ്മിൽ ഒരു സ്വാഭാവിക മത്സരവും രൂപപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോ ഘട്ടത്തിലും ഹസ്സൻ മാർഗരറ്റിനേക്കാൾ മികച്ചതാണ് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഫുഡ് ക്രിട്ടിക് അവരുടെ റെസ്റ്റോറന്റിൽ എത്തിയിരുന്നു. മിഷേലിൻ സ്റ്റാർ റിവ്യൂ വരാൻ പോവുകയാണ്. 7 മണിക്കുള്ളിൽ ഫുഡ് ക്രിട്ടിക്കിന്റെ അടുത്ത് നിന്ന് മിഷേലിൻ സ്റ്റാർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കോൾ വരും. മേഡം മെലോറി അതിനുവേണ്ടി കാത്തിരുന്നു. 30 കൊല്ലമായി പൊട്ടിക്കാതെ വെച്ചൊരു ഷാമ്പയിൻ ബോട്ടിലും മിഷേലിൻ സ്റ്റാർ കിട്ടിയാൽ പൊട്ടിക്കാൻ മെലോറി എടുത്തു വെച്ചിരുന്നു. അതിനോടകം മെലോറിയുമായി വലിയ സൗഹൃദത്തിലായ അപ്പുവും അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 7 മണിയായിട്ടും കോൾ വന്നില്ല. മെലോറി ദുഃഖിതയാവുന്ന കണ്ടതും എന്ത് മിഷേലിൻ സ്റ്റാർ, മെലോറിയാണ് ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറഞ്ഞ് അപ്പു ഷാമ്പയിൻ ബോട്ടിൽ പൊട്ടിച്ചു. മെലോറി അത് തടയാനൊക്കെ ഓടി വന്നതും അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്തിരുന്നു. മെലോറി പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അവരുടെ റെസ്റ്റോറന്റിന് മിഷേലിൻ 2 സ്റ്റാർ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു മെലോറിയെ തേടിയെത്തിയത്. അത്രമേൽ സന്തോഷം മെലോറിക്ക് തോന്നിയിരുന്നു. ഹസ്സന്റെ റെസിപ്പികളും ഹസ്സന്റെ പുതിയ വിഭവങ്ങളും ഒക്കെയായിരുന്നു ആ പദവി കിട്ടുവാൻ മെലോറിയുടെ ഹോട്ടലിനെ സഹായിച്ചത്. 30 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സെക്കൻഡ് സ്റ്റാർ ലഭിച്ചിരിക്കുന്നു. കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരു റെസ്റ്റോറന്റിനെ മിഷേലിൻ സ്റ്റാർ നേടിയെടുപ്പിച്ച ഹസ്സന്റെ കഴിവ് വളരെ പെട്ടെന്ന് തന്നെ പുറം ലോകത്തേക്ക് എത്തിയിരുന്നു. ഹസ്സനെ തേടി വലിയ വലിയ റെസ്റ്റോറന്റുകളിൽ നിന്ന് വലിയ ഓഫറിൽ കോളുകൾ വരാൻ ആരംഭിച്ചു. കൂടുതലും മിഷേലിൻ സ്റ്റാർ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് ഹസ്സനെ വിളിക്കുന്ന റെസ്റ്റോറന്റുകളായിരുന്നു. അങ്ങനെ വന്ന വലിയൊരു ഓഫർ ഹസ്സൻ സ്വീകരിക്കുകയാണ്. പാരീസിലെ തന്നെ വലിയൊരു മോളിക്കുലർ കുസിൻ റെസ്റ്റോറന്റിലേക്ക് അവൻ ജോലിക്കായി മാറി. പുതിയ പുതിയ റെസിപ്പികളും കള്ളിനറി പരീക്ഷണങ്ങളുമൊക്കെ ഹസ്സനെ കൂടുതൽ ഫേമസ് ആക്കിക്കൊണ്ടിരുന്നു. പലപ്പോഴും അവന്റെ ഫോട്ടോയും ആർട്ടുകളുമൊക്കെ മാഗസിനിൽ അച്ചടിച്ചു വന്നു. കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഒരു സ്റ്റാർ ഷെഫായി ഹസ്സൻ മാറിയിരുന്നു. മറുവശത്ത് അപ്പുവും മിസസ് മെലോറിയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ വർദ്ധിച്ചു വന്നു. നാളുകൾ കടന്നുപോയി. ഹെഡ് ഷെഫായി താൻ ജോലി നോക്കുന്ന റെസ്റ്റോറന്റിനെ മിഷേലിൻ സ്റ്റാറിലേക്ക് നടത്താനുള്ള കാര്യങ്ങൾ വരെ ഹസ്സൻ ചെയ്തു വെച്ചു. പക്ഷേ ഫാമിലിയിൽ നിന്ന് അകന്നു നിൽക്കുന്നതും പല കാര്യങ്ങളും ഹസ്സന്റെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹസ്സൻ നിൽക്കുമ്പോൾ റെസ്റ്റോറന്റിൽ ഇന്ത്യൻ ഫുഡിന്റെ മണം കിട്ടി. മണം പിടിച്ചതെന്നപ്പോൾ ഹസ്സന്റെ സോസ് ഷെഫായിരുന്നു ആ ഇന്ത്യൻ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്നിരുന്നത്. സോസ് ഷെഫ് ഹസ്സനെയും തന്റെ കൂടെ കഴിക്കാൻ ക്ഷണിച്ചു. ഹസ്സനും ജോയിൻ ചെയ്യുകയാണ്. ആ ഇന്ത്യൻ ഭക്ഷണം കഴിച്ചതും ഓർമ്മകളുടെ ഭാണ്ഡക്കെട്ട് തുറന്ന് ഹസ്സന്റെ കണ്ണുനീരായി കണ്ണിൽ നിന്ന് പൊഴിയാൻ തുടങ്ങിയിരുന്നു. താൻ എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഹസ്സൻ ആ ഒരു നിമിഷത്തിൽ വീണ്ടും തിരിച്ചറിയുകയാണ്. പിന്നീടൊന്നും ഹസ്സൻ ആലോചിക്കാനുണ്ടായിരുന്നില്ല. രാത്രിക്ക് രാത്രി ട്രെയിൻ പിടിച്ച് ഹസ്സൻ തന്റെ കുടുംബമുള്ള ആ വില്ലേജിലേക്ക് പോയി. നേരെ പോയി അവൻ ചെന്നത് മാർഗരറ്റിന്റെ അടുത്തേക്കായിരുന്നു. ഏറെ സന്തോഷത്തോടെയായിരുന്നു മാർഗരറ്റ് ഹസ്സനെ വരവേറ്റത്. തന്നെ വിവാഹം കഴിക്കാമോ എന്ന് ഹസ്സൻ മാർഗരറ്റിനോട് പ്രപ്പോസ് ചെയ്തു. പിന്നാലെ അവൾക്കായി ഒരു ബിസിനസ് ആശയവും തന്റെ പക്കലുണ്ട് എന്നും ഹസ്സൻ പറഞ്ഞു. കുറെ നാളുകളായി താനുണ്ടാക്കാത്തൊരു ഡിഷ് ഉണ്ടെന്നും അതുണ്ടാക്കാൻ തന്റെ കൂടെ കൂടുന്നു എന്നും ഹസ്സൻ ചോദിച്ചു. സന്തോഷത്തോടെ അവൾ അതിന് സമ്മതിക്കുകയാണ്. മെലോറിയുടെ റെസ്റ്റോറന്റ് കിച്ചണിൽ അന്നവർ ഹസ്സന്റെ ആ പുതിയ വിഭവം കുക്ക് ചെയ്തു. കഥം ഫാമിലി മെമ്പേഴ്സും സ്പെഷ്യൽ ഗസ്റ്റുകളും ക്ഷണിക്കപ്പെട്ട് അന്ന് വൈകുന്നേരം അതേ റെസ്റ്റോറന്റിലേക്ക് എത്തിയിരുന്നു. അവിടെ ഷെഫായി ഹസ്സനെ കണ്ട് ഏവരും ഒന്ന് അതിശയിച്ചു നിന്നു. പിന്നാലെയാണ് മേഡം മലോറി അത് അനൗൺസ് ചെയ്യുന്നത്. തന്റെ റെസ്റ്റോറന്റ് ലേസോളിലെ ഹെഡ് ഷെഫായി ഹസ്സനെ നിയമിക്കുന്നെന്നും ആ റെസ്റ്റോറന്റിന്റെ നടത്തിപ്പ് പൂർണ്ണമായും ഹസ്സനും മാർഗരറ്റിനുമായും താൻ വിട്ടുനൽകുന്നു എന്നുമായിരുന്നു അത്. പിന്നാലെ ഹസ്സനും കാര്യങ്ങൾ വ്യക്തമാക്കി. താനും ആ ഗ്രാമത്തിലേക്ക് താമസം മാറ്റുകയാണെന്നും മാർഗരറ്റിനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുമായിരുന്നു അത്. ആ സമയം ഹസ്സന്റെ കോൾ റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹസ്സൻ അതെടുത്തില്ല. പാരീസിലെ ഹോട്ടലിന് മിഷേലിൻ സ്റ്റാർ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ള കോളായിരുന്നു അത്. തങ്ങളുടെ ആ റെസ്റ്റോറന്റിന് വേണ്ടി ഫ്രണ്ട്സിനും ഫാമിലിക്കൊപ്പം അവിടെ നിന്നും താൻ 3ാമത് മിഷേലിൻ സ്റ്റാർ സ്വന്തമാക്കും എന്ന് ഹസ്സൻ പ്രഖ്യാപിച്ചു. സന്തോഷത്തോടെ അവരുടെ ജീവിതം മുമ്പോട്ടു പോകുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഇൻഡോ ഇംഗ്ലീഷ് ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.